അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിലോ മറ്റോ തീ പിടിച്ചു കഴിഞ്ഞാൽ ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നാട്ടോ ഇന്നത്തെ വീഡിയോ. നോക്കിയിടുക. നമ്മൾ ചെന്ന് ഇങ്ങനെ വലിച്ച ഒരിക്കലും ഇത് തിരിച്ചോട്ട് പോരില്ല. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഇതാ ഇങ്ങനെ പൊക്കി കഴിഞ്ഞാൽ ഇത് നമ്മൾ കയ്യിലോട്ട് വരും. അല്ലെങ്കിൽ നമ്മൾ ഇതാക്കണം ഇങ്ങനെ ഇരിക്കുന്ന വസ്തുവിനാണെങ്കിൽ ജസ്റ്റ് ഇതാ ഇങ്ങനെ എടുത്ത് പോരാ. ഇത് ഈ ഹൈറ്റിൽ വെക്കണം എന്ന് പറയുന്നത് നമുക്ക് എടുത്താൽ കിട്ടുന്ന എളുപ്പത്തിനാണ്. പല ആൾക്കാർക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്താൽ കിട്ടില്ല. പിന്നെ ചില ആൾക്കാർ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇതിങ്ങനെ പിടിച്ച് അടിക്കും. പക്ഷേ ഇതിന് പിന്നു ഊരണം. ആദ്യത്തെ പ്രൊസീജിയറാണ് പിന്നു ഊരണം. പിന്നു ഊരിയിട്ട് മാത്രമേ എയിം ചെയ്ത് അടിക്കാൻ പാടുള്ളൂ. ഈ എയിം ചെയ്തിട്ട് സ്ക്യൂസ് ചെയ്യാൻ മാത്രമേ പാടുള്ളൂ. വളരെ സിമ്പിളാണ് ഇത് യൂസ് ചെയ്യാൻ. കാലിലേക്ക് എയിം ചെയ്യുന്നു. 2 മീറ്ററോളം നമുക്ക് ഗ്യാപ്പ് കിട്ടും. അങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് അടുത്ത ഒരാൾ വന്ന് യൂസ് ചെയ്യാം. എയിം ചെയ്യുക. കല്ലിലേക്ക് എയിം ചെയ്യുക. ആരാണോ കാണുന്നത് അവർ പെട്ടെന്ന് എടുത്ത് യൂസ് ചെയ്യണം. ഇന്ന ആളത്തെ ഡ്യൂട്ടി അല്ല എന്ന് കരുതി മാറി നിൽക്കാൻ പാടില്ല. നമുക്ക് എവിടെയാണ് വേണമെങ്കിലും നമുക്ക് ഏത് സ്ഥലത്താണെന്നുണ്ടെങ്കിലും ഫയർ എക്സ്റ്റിങ്ക്വിഷർ എടുത്ത് യൂസ് ചെയ്യാൻ നമുക്ക് കഴിയും. ഒരു തീ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമുക്ക് അണയ്ക്കാൻ കഴിയുള്ളൂ. വലിയ തീയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് തീ അണയ്ക്കാൻ ഫയർ എഞ്ചിനോ അല്ലെങ്കിൽ ഫയർഫോഴ്സിലോ ആൾക്കാരെ വരേണ്ടി വരും. സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമുക്ക് യൂസ് ചെയ്യാനാണ് ഈ ഫയർ എക്സ്റ്റിങ്ക്വിഷർ എല്ലാ ഇടങ്ങളിലും വെക്കുന്നത്.